ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 റീസെന്റ് പുറത്തിറങ്ങിയ O2 എന്ന മൂവിയാണ്. മരിച്ചുപോയവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം മരുന്ന് ഇത് കണ്ടുപിടിക്കുന്ന നായിക. അങ്ങനെ നായിക ആ മരുന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹോസ്പിറ്റൽ ലാബ് കാണിക്കുവാണ്. അവിടെ ഒരു ഫയർ ആക്സിഡന്റ് എല്ലാം നടന്നിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെയുള്ള പല എക്യുപ്മെന്റ്സും കത്തി നശിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതിനിപ്പോ ഡാമേജ് ആയ കുറച്ച് എക്യുപ്മെന്റ്സ് എല്ലാം നമ്മുടെ നായിക എടുത്ത് നോക്കുന്നു. അതിനുശേഷം നമ്മുടെ നായിക സീനിയർ ഡോക്ടറെ അവളുടെ കൊളീഗിനെയും വീഡിയോ കോൾ ചെയ്ത് ഞാൻ ആ കാര്യങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. ഇത് കേട്ട സീനിയർ ഡോക്ടറും അവളുടെ കൊളീഗും പറയുന്നുണ്ട് ഇനി ഇത് ചെയ്യരുത്, അത് ആപത്താണെന്നൊക്കെ. എന്നാൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ നായിക വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിനോട് നീ ഇതിന് ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നു. അപ്പൊ അയാൾ ഓക്കെ എന്ന് പറയുവാണ്. അങ്ങനെ ഒരു ആപത്ത് നിറഞ്ഞ എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളോട് ഇപ്പൊ പറയാതെ ഒരു സസ്പെൻസിൽ നിർത്തിക്കൊണ്ട് നായികന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുവാണ്. ഡോക്ടറായ നായിക കുറച്ച് വർഷങ്ങളായിട്ട് O2 എന്ന് പറയുന്ന ഒരു മരുന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവൾ ഈ പ്രൊജക്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് പ്രസന്റ് ചെയ്യാൻ അവൾക്കൊരു അവസരം കിട്ടുവാണ്. അങ്ങനെ പ്രസന്റേഷൻ വെച്ചിരിക്കുന്ന ആ ഡേയിൽ അവൾ നേരത്തെ തന്നെ റെഡിയായി അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ നായിക റേഡിയോയിൽ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ട്. ഓഷോ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു RJ. അയാളുടെ സൗണ്ട് നായികയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നായിക ഈ പ്രോഗ്രാമിന്റെയും അയാളുടെ ഒരു വലിയ ഫാൻ ആയിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം എല്ലാം കേട്ട് അതിൽ ലയിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വഴിയിൽ നായിക ഒരു കാഴ്ച കാണുവാണ്. എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഇരുന്ന് കരയുന്നു. ചുറ്റും കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പൊ നായിക എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിരിക്കുവാണ്. ഒരു ഡോക്ടറായ നായികയ്ക്ക് ഈ കാഴ്ച കണ്ടു വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നായിക വേണ്ട പ്രാഥമിക ചികിത്സ എല്ലാം കൊടുക്കാൻ തുടങ്ങുന്നു. ഇവിടെ ഇതിന് ശ്രമിച്ച അവളുടെ പ്രസന്റേഷൻ അവൾക്ക് മിസ്സാവുന്നുള്ള കാര്യം അവൾക്കറിയാം. എന്നൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലുതല്ലേ ഒരു വ്യക്തിന്റെ ജീവൻ. അങ്ങനെ നായിക ഈ ലേഡിക്ക് വേണ്ട പ്രാഥമിക ചികിത്സകളെല്ലാം കൊടുത്ത് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ അവളുടെ പ്രസന്റേഷൻ അവിടെ അവൾക്ക് മിസ്സാവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നായിക ഓടിപ്പിടിച്ച ഹാളിലേക്ക് എത്തുമ്പോഴേക്കും പ്രസന്റേഷൻ കേൾക്കാൻ വന്ന വലിയ സീനിയർ ഡോക്ടേഴ്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. നായിക എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ച ഈ സമയത്ത് നായികന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നായികനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പൊ നായിക സംഭവിച്ച കാര്യങ്ങളെല്ലാം ഫ്രണ്ടിനോട് തുറന്നു പറയുന്നു. അതിന് നായിക പോയിട്ടൊന്ന് മുഖം കഴുകുവാണ്. ഈ സമയം പണ്ട് അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം അവൾക്ക് ഓർമ്മ വരുന്നു. നായിക വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അവളുടെ അമ്മ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചുപോയി. ശേഷം നായികയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് അവളുടെ അച്ഛൻ മാത്രമായിരുന്നു. നായിക അവളുടെ അച്ഛന് നല്ല ബോണ്ടിങ്ങും ആയിരുന്നു. അവളുടെ അച്ഛനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയം ഒരു പ്രോഗ്രാമിനിടെ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. പെട്ടെന്ന് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ പറയുന്നത് കുറച്ചേരം മുമ്പ് എത്തിക്കുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തായിരുന്നു എന്നാണ്. ഇതേ കാര്യം തന്നെയായിരുന്നു അമ്മേന്റെ കേസിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞ ആ ഒരു കാര്യമാണ് ഇന്ന് നായികനെ കൊണ്ട് O2 എന്ന് പറയുന്ന ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു പ്രചോദനം കൊടുത്തത്. അതായത് ഏതെങ്കിലും പേഷ്യൻസിന് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടായ O2 എന്ന് പറയുന്ന മരുന്ന് കൊടുത്ത് 2 മണിക്കൂറത്തേക്ക് അവർ മരിക്കാത്ത രീതിയിൽ അവരുടെ ജീവൻ പിടിച്ചു നിർത്താൻ കഴിയും. അങ്ങനെ 2 മണിക്കൂർ മതിയായിരിക്കും അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാരുടെ ചികിത്സകൾ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അതായത് മരിച്ചവർക്ക് ജീവൻ തിരിച്ചു കൊടുക്കാന്ന് പറയില്ലേ, അതേപോലെ. അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. നായിക എന്ന പ്രസന്റേഷൻ എത്താത്തത് ആ ഒരു കാരണം ഉള്ളതുകൊണ്ടാണെന്നുള്ള കാര്യം നായിക അവളുടെ ഫ്രണ്ടിനെ അറിയിച്ചായിരുന്നല്ലോ. അങ്ങനെ ഫ്രണ്ട് പോയി ഈ കാര്യങ്ങളെല്ലാം സീനിയർ ഡോക്ടേഴ്സിനെ അറിയിച്ചായിരുന്നു. അങ്ങനെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ ഉള്ളതുകൊണ്ട് അവർ ആ പ്രസന്റേഷൻ കേൾക്കാൻ വേണ്ടി അടുത്ത ദിവസം അവിടേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെ എത്തിയ ഡോക്ടേഴ്സിന് മുമ്പിൽ നായിക അവളുടെ O2 എന്ന് പറയുന്ന മരുന്നിനെ വ്യക്തമായിട്ട് പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ ആ മരുന്ന് അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാം മനസ്സിലാക്കിയ ഡോക്ടേഴ്സും ബാക്കി ഉദ്യോഗസ്ഥരും അതിന് അപ്രൂവൽ കൊടുക്കുന്നു. അതിൽ ഈ മരുന്നിന്റെ ബാക്കി ഫർദർ പ്രോസസ് എല്ലാം കഴിഞ്ഞ് ഇത് വർക്കൗട്ട് ആയ ഇതിനു വേണ്ട ഫണ്ടിങ് ചെയ്യാന്ന് മരുന്ന് കമ്പനികൾ ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ നായിക ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നായിക ഹാപ്പി ആവുകയാണ്. നായികയുടെ കൂടെ ഈ മരുന്നിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രുതിയും ദേവും ഉണ്ടായിരുന്നു. അവര് നായികന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരുന്നു. അങ്ങനെ നായിക അവളുടെ O2 എന്ന് പറയുന്ന മരുന്നിന്റെ നെക്സ്റ്റ് ലെവൽ പരീക്ഷണങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ വീണ്ടും ആ ഡോക്ടേഴ്സ് ഒരു മീറ്റിംഗ് കൂടി കണ്ടക്ട് ചെയ്യുകയാണ്. അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റു കുറെ ഡോക്ടർമാരുണ്ടായിരുന്നു. അങ്ങനെ നായിക അന്നത്തെ പോലെ അവളുടെ മരുന്നിന്റെ പ്രസന്റേഷൻ ഒന്നുകൂടി നടത്തുന്ന സമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന പല ഡോക്ടേഴ്സും പല ക്വസ്റ്റ്യൻസും നായികനോട് ചോദിക്കുവാണ്. നായിക അവളുടെ ടീമും വേണ്ട രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുവാണ്. ഇതേ സമയം തന്നെ ഒരു ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാണ് നിങ്ങളുടെ ഈ മരുന്ന് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് വരുമോ എന്ന്. ഒരിക്കലും ഇല്ലാന്നും പറഞ്ഞ് നായിക അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ക്ലാപ്പും ചെയ്തുകൊണ്ട് ഒരു ഡോക്ടർ സ്റ്റേജിലേക്ക് കയറി വരുന്നു. ഇയാളെ നായികന്റെ കോളേജിൽ നായികനെ പഠിപ്പിച്ചിട്ടുള്ള നായികന്റെ പ്രൊഫസർ ആയിരുന്നു. ഇയാള് നായികയായിട്ട് ഒട്ടും ചേർച്ചയിലായിരുന്നില്ല. നായികന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അവതാളത്തിലാക്കാൻ വേണ്ടിയാണ് അയാൾ ഇപ്പൊ ഇവിടേക്ക് കയറി വന്നത്. അയാൾ വന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവില്ല എന്ന്. ഇവൾ എന്തുറപ്പിലാണ് പറയുന്നത്? ഈ മരുന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി ഇൻ കേസ് അപ്ലൈ ചെയ്തോന്നിരിക്കട്ടെ, സൈഡ് എഫക്ട് വരില്ല എന്ന് ഇവർ പറയുന്നു. എന്നാൽ ഇൻ കേസ് എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നാൽ ഈ മരുന്ന് ബാധിക്കാൻ പോകുന്നത് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ആയിരിക്കും. അപ്പൊ ഇവര് പറയുന്നതിന് ഓപ്പോസിറ്റ് ആയി എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും ആ മരുന്ന് അപ്ലൈ ചെയ്യുന്ന വ്യക്തി കോമ സ്റ്റേജിലേക്ക് വരെ പോയേക്കാം. അങ്ങനെ പ്രൊഫസർ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയം ബാക്കിയുള്ള ഡോക്ടേഴ്സും അതിനെപ്പറ്റി ചിന്തിക്കുന്നു. പ്രൊഫസർ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയുവാണ്. അതുകൊണ്ട് തന്നെ ഈ മരുന്നിന്റെ നെക്സ്റ്റ് ലെവൽ പരീക്ഷണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അപ്രൂവലിനെ പറ്റി ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് ഇപ്പൊ അവർ ആ പ്രസന്റേഷൻ പിരിച്ചു വിടുകയും ചെയ്യുവാണ്. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് അടുത്ത
സീനിൽ നമ്മുടെ നായിക ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നു. ഈ സമയം അവിടേക്ക് ദേവ് വന്നിട്ട്, ഇന്ന് ആ പ്രസന്റേഷനിൽ നിനക്കെതിരെ സംസാരിച്ച ആ പ്രൊഫസർ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, അയാൾ അങ്ങനെ പറയാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ നായിക അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. മെഡിക്കൽ ഫീൽഡിൽ ഏകദേശം 30 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. ഞങ്ങളുടെ കോളേജിലെ ഒരു മെയിൻ മെഡിക്കൽ പ്രൊഫസർ ആയിരുന്നു അദ്ദേഹം. ആള് റഫ് ആൻഡ് ടഫ് ആയിരുന്നു. ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു അമ്മേനെ കൊണ്ട് അവിടേക്ക് വന്നു. നടന്നു പോകുന്ന സമയത്ത് വഴിയിലെ കുഴഞ്ഞു വീണമെന്നും പറഞ്ഞുകൊണ്ട്. ആ സമയം ആ പ്രൊഫസർ ഞങ്ങളോട് പറഞ്ഞു, ഈ ലേഡിക്ക് എന്ത് പറ്റിയെന്ന് ആദ്യം ആര് കണ്ടുപിടിക്കുന്നോ അവരാണ് റിയൽ ഡോക്ടേഴ്സ് എന്ന്. അങ്ങനെ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ നായികയും ഫ്രണ്ട്സും ആ ലേഡിന്റെ അടുത്തേക്ക് ചെന്ന് അവരെ പരിശോധിക്കുവാണ്. എന്നാൽ മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ നായിക അവർക്ക് പറ്റിയ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്ത് തളർന്നു വീണ് അവരെ നോർമലാക്കി എടുക്കുന്നു. അങ്ങനെ നായിക ലേഡിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവരെ കൊണ്ടുവന്ന ആ ചെറുപ്പക്കാരനില്ലേ, അവൻ നായികനെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. ഈ വ്യക്തി ആരാണെന്ന് അറിയാവോ? മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് നായിക റേഡിയോയിൽ ഒരു പ്രോഗ്രാം കേൾക്കുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ഓഷോ എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ പ്രോഗ്രാം. ആ വ്യക്തിയായിരുന്നു ഇത്. എന്നാൽ നമ്മുടെ നായികയ്ക്ക് ഇവനാണ് ആ അർജയ് എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും നായികനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ അവൻ അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇപ്പൊ ആ ലേഡിക്ക് ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് നായിക പുറത്തേക്ക് പോകുന്ന സമയം അവൻ പുറകെ ചെന്ന് അവളോട് സംസാരിക്കുവാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഓഷോ അവളോട് പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന അമ്മ എന്റെ ആരുമല്ല, വഴിയിൽ വെച്ച് അവർ തളർന്നു വീണ കണ്ടിട്ട് ഞാൻ ഇവിടേക്ക് എടുത്തുകൊണ്ട് വന്നതാണെന്ന്. ഇത് കേട്ടപ്പോൾ അവന്റെ ക്യാരക്ടറോട് നായികയ്ക്ക് ഒരു അടുപ്പം തോന്നുന്നു. ഇതേ സമയം തന്നെ ഓഷോ നായികനോട് പറയുവാണ്, ഇനി ഇതുപോലെ എന്തെങ്കിലും എമർജൻസി കേസുകൾ ഉണ്ടായാൽ വിളിക്കാൻ തന്നെ നമ്പർ ഒന്ന് തരുമോ എന്ന്. അവൻ താനുമായിട്ട് എടുക്കാൻ വേണ്ടി തന്നെ നമ്പർ ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഈ സമയം നായികയ്ക്ക് കണക്ട് ആവുന്നു. അതുകൊണ്ട് തന്നെ തരാലോ എന്ന് പറഞ്ഞ് നായിക കൊടുക്കുന്നത് ഹോസ്പിറ്റലിലെ നമ്പറാണ്. പേര് ചോദിക്കുമ്പോൾ നായിക എന്റെ പേര് ശ്രദ്ധ എന്നും പറയുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഓഷോ ആണെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കി നായികനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങുന്നു. ഈ സമയം അവൻ തന്നെ വളയ്ക്കാൻ നടക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നായികയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ അവൾ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കേട്ടോണ്ടിരിക്കുന്ന ആ റേഡിയോ പ്രോഗ്രാമിന്റെ ആർജെ ഇവനാണെന്നുള്ള കാര്യവും നായിക അറിയുവാണ്. അങ്ങനെ അവൾക്ക് അവനോടുള്ള ഇംപ്രഷൻ വീണ്ടും കൂടുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു എമർജൻസി കേസ് നായിക ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. നായിക അത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്തെങ്കിലും സീനിയർ ആയിട്ടുള്ള ആ പ്രൊഫസറിനോട് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അയാൾക്ക് നായികനോട് ദേഷ്യമാവുന്നു. അങ്ങനെ അയാൾ നായികനെ വിളിപ്പിച്ച് തന്നെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്യാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ചോദിച്ച് നായികനെ ഒരുപാട് വഴക്ക് പറയുന്നു. പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നായിക പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അന്നു മുതലാണ് അയാൾക്ക് നായികനോട് ഒരുപാട് ദേഷ്യം വന്നത്. അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുമ്പോൾ നായികന്റെ ആ മരുന്നിന് ഒരുപാട് പോരായ്മകളുള്ളതായിട്ട് ആ പ്രൊഫസർ ചൂണ്ടിക്കാട്ടിയല്ലോ. സോ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയ രീതിയിൽ അതിന്റെ പരീക്ഷണങ്ങളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യാന്ന് നായിക ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവള് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ വർക്കിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ സ്ട്രെസ് ആവുമ്പോൾ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നായിക ഇപ്പോഴും കേൾക്കുന്ന ഓഷോന്റെ പ്രോഗ്രാമാണ്. അങ്ങനെ ഇപ്പൊ ആ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവള് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ വീണ്ടും ആലോചിക്കാൻ തുടങ്ങുന്നു. ഒരു കെമിസ്ട്രി വർക്കൗട്ടായി തുടങ്ങിയ അവര് പിന്നീട് പുറത്തു പോകുന്നതും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും പരസ്പരം കൂടുതൽ അടുത്തു വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് കാണിക്കുന്നത്. അതൊക്കെയാണ് അവൾ ഓർക്കുന്നത്. അങ്ങനെ ആ സീനോടെ കട്ടായി വീണ്ടും O2 എന്ന മരുന്ന് സക്സസ് ആക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നായികനും ടീംസിനെയും കാണിക്കുന്നു. അങ്ങനെ ആ മരുന്നിന്റെ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം നായികന്റെ ഫ്രണ്ടായ ദേവ് നായികനോട് പറയുവാണ്, കുറച്ചുനേരം മുമ്പ് ഓംകാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു, അയാൾ മരിച്ചുപോയി. നമുക്ക് നമ്മുടെ O2 എന്ന് പറയുന്ന മരുന്ന് ഇയാളൊന്ന് പരീക്ഷിച്ചാലോ? നമ്മളിപ്പോ മരുന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ലേ, ഇനിയൊരു പക്ഷേ സക്സസ് ആയ നമ്മുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാവില്ലേ? ഇത് കേട്ട് നായിക എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ സീനിയർ ഡോക്ടേഴ്സിനെ ഒന്നും അറിയിക്കാതെ അവരാ മരുന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ട് ഓംകാർ എന്ന് പറയുന്ന വ്യക്തിയിൽ അത് കുത്തിവെക്കുവാണ്. അങ്ങനെ മരുന്ന് ടെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ആ സമയം ആ മുറിയിൽ എന്തോ ഷോർട്ട് സർക്യൂട്ട് വന്ന് അവിടെ തീ പിടിക്കുവാണ്. അങ്ങനെ നമ്മുടെ നായികന്റെയും ടീംസിന്റെ ഗതികേടിന് അവിടെ മുഴുവൻ കത്തി നശിക്കുന്നു. അങ്ങനെ അവിടെ വലിയ അപകടം ഉണ്ടാവുകയാണ്. അടുത്ത സീനിൽ ആശുപത്രി കിടക്കുന്ന നായികനെ കാണിക്കുന്നു. ഇപ്പോഴാണ് നായികയ്ക്ക് ബോധം വരുന്നത്. ബോധം വന്നപ്പോൾ അവൾ ചോദിക്കുന്നത് ദേവ് എവിടെയെന്നാണ്. നേരത്തെ നടന്ന ഫയർ ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി എന്നാണ് അവര് പറയുന്നത്. ഇത് കേട്ട നായിക മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകുന്നു. അങ്ങനെ അവനെ കാണണമെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവിടെ എത്തി അവനെ കണ്ട് നായിക അവന്റെ അടുത്ത് നിന്ന് കരയുവാണ്. എന്നിട്ട് നായിക അവിടെ നിന്ന് തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ കയ്യിലേക്ക് അവൻ പിടിക്കുവാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ മരിച്ചിട്ടില്ലായിരുന്നു എന്ന്. ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ്. അങ്ങനെ പെട്ടെന്ന് അവൾ ഡോക്ടറെ അറിയിക്കുന്നു. ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്ത് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. എന്നാൽ അപകടത്തോടെ അവന്റെ ഓർമ്മയെല്ലാം നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നായികനെയും കൊളീഗ്സിനെയും കണ്ടാൽ പോലും അവന് തിരിച്ചറിയത്തില്ല. ഓർമ്മകളെല്ലാം നഷ്ടമായോണ്ട് ദേവ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ആയിരിക്കുവാണ്. നായിക ഈ സമയം വേണ്ട രീതിയിൽ അവനെ കെയർ ചെയ്യുന്നുണ്ട്. ഈ സമയം അവനാണെങ്കിലും നായികയായിട്ട് കൂടുതൽ എടുക്കാൻ തുടങ്ങുന്നു. അതായത് അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങുന്നു. ഒരു ചെറിയ കുട്ടീനെ പോലെയാണ് അവൻ പെരുമാറുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായിക വീണ്ടും ഓഷോനെ പറ്റി ആലോചിക്കുവാണ്. പരസ്പരം അടുത്തതിന് ശേഷം അവരന്ന് പ്രണയത്തിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടുകൂടി അവരവരുടെ പ്രണയബന്ധമെല്ലാം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓഷോയ്ക്ക് വലിയൊരു കമ്പനിയിൽ നല്ലൊരു ജോലി കിട്ടുന്നത്. എന്നാൽ ജോലി കിട്ടിയതിൽ അവന് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. കാരണം ആ ജോലിക്ക് പോകണമെങ്കിൽ നായികനെ വിട്ടുവിടുന്ന് മാറി നിൽക്കണം, അതായത് ദൂരേക്ക് പോകണം. അങ്ങനെ അവൻ സങ്കടത്തോടുകൂടി ഈ കാര്യം എന്ന് പറയുന്ന സമയം നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. എന്നാൽ നായിക ഈ സമയം മറ്റൊരു കാര്യം ചിന്തിക്കുന്നു. ഓഷോന്റെ കഠിനാധ്വാനം കൊണ്ട് കിട്ടിയതാണ് ഈ ജോബ്, അതൊരിക്കലും അവൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് മാത്രമല്ല നായികയ്ക്ക് അവളുടെ മരുന്നിന്റെ ബാക്കി റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിലും കുറച്ചും കൂടി ഫോക്കസ് ആവശ്യമാണ്. നായകനോട് നിന്ന് നായിക അവനിലേക്ക് ചുരുങ്ങുമെന്നറിയാം. അതുകൊണ്ട് തന്നെ നീ എന്തായാലും അതിൽ പോകണം. ഇങ്ങനെയും പറഞ്ഞ് നായികയാണെങ്കിൽ അവനെ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു വിടുന്നു. അടുത്ത സീനില് അന്ന് നായിക പെർമിഷൻ ഇല്ലാതെ O2 മരുന്ന് ഇഞ്ചക്ട് ചെയ്ത ഓംകാർ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അയാളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇപ്പൊ മീഡിയാസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. യാതൊരു പെർമിഷനും
ഇല്ലാതെ ആ ഒരു കാര്യം നായികൻ ടീംസും ചെയ്തുകൊണ്ട് അവർക്ക് ലീഗലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുവാണ്. എന്നാൽ ആ സമയത്തും ധൈര്യം കൈവിടാൻ നായിക തയ്യാറായിരുന്നില്ല. പരിശ്രമം നിർത്താൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഈ സാഹചര്യങ്ങൾക്കിടയിലും അവർ ആ മരുന്നിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് ലെവൽ പരീക്ഷണങ്ങളിലേക്ക് കടന്ന മരുന്നിന് ഫണ്ടിങ് തരാമെന്ന് പറഞ്ഞ കമ്പനികൾ നായികനെ വന്ന് കാണുന്നു. ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ആ മരുന്ന് സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫണ്ട് ഇറക്കാമെന്ന് അവർ പറയുവാണ്. ഇപ്പൊ ഏകദേശം നായികൻ ടീംസും കൂടി ആ മരുന്നിന്റെ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം മരുന്ന് ഓക്കെ ആയിരിക്കുമെന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ ആ മരുന്ന് ഹ്യൂമൻ ബോഡിയിൽ മാത്രമല്ലേ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി എന്തായാലും അതോറിറ്റീസ് അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് പെർമിഷൻ ഇല്ലാതെ അവരെ ഓംകാറിന്റെ ശരീരത്തിൽ ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് സപ്പോർട്ടീവായ രീതിയിൽ മറ്റൊരു വിവരം പുറത്തു വരുവാണ്. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓംകാർ എന്ന് പറയുന്ന വ്യക്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന അയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അയാൾ മരിച്ചായിരുന്നു. എന്നാൽ ശേഷം നായികൻ ടീംസും O2 എന്ന് പറയുന്ന മരുന്ന് അയാളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം അയാൾക്ക് ജീവൻ വന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഫയർ ആക്സിഡന്റ് നടന്നുകൊണ്ട് അതിൽപ്പെട്ടാണ് അയാൾ മരിച്ചുപോയത്. അതായത് അയാളുടെ മരണകാരണമായിട്ട് പറയുന്നത് ആ ഫയർ ആക്സിഡന്റ് ആണ്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം അറിയുന്ന സമയത്ത് നമ്മുടെ നായിക ധൈര്യത്തോടു കൂടി വീണ്ടും ആ പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടേക്ക് തിരിച്ചെത്തുവാണ്. കൂടെ അവള് ദേവിനെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തി സീനിയർ ഡോക്ടറെയും കൊളീഗിനെയും വീഡിയോ കോൾ ചെയ്ത് ഈ കാര്യങ്ങൾ പറയുന്നതായിട്ടായിരുന്നു മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ചെയ്യരുത്, ആപത്താണെന്ന് അവർ ആ സമയം പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ അതൊന്നും കേൾക്കാതെ നായികൻ ദേവും അത് ചെയ്യാൻ തുടങ്ങുവാണ്. അവിടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട ദേവിന് ആ സമയം കൊണ്ട് നായിക വേണ്ട ട്രെയിനിങ്സ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ദേവ് നായികന്റെ ശരീരത്തിൽ O2 കുത്തി വെക്കുവാണ്. അതെ, നായിക O2 എന്ന് പറയുന്ന മരുന്നിന്റെ വിജയത്തിന് വേണ്ടി അവളെ തന്നെ ബലി കൊടുത്തിരിക്കുവാണ്. എന്തായാലും അപകടമൊന്നും സംഭവിക്കുന്നില്ല. O2 എന്ന് പറയുന്ന ആ മരുന്ന് അവളിൽ സക്സസ് ആവുന്നു. അതായത് ടെസ്റ്റിംഗ് സക്സസ് ആയി മാറുവാണ്. അങ്ങനെ നമ്മുടെ നായികൻ ടീംസും വിജയിച്ചു. അടുത്ത സീനിൽ ആ മരുന്നിന്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അവൾ ഹയർ അതോറിറ്റീസിന് കൊടുക്കുവാണ്. അങ്ങനെ അവർ അപ്രൂവൽ കൊടുക്കുന്നു. ഫണ്ടിങ് ചെയ്യാന്ന് പറഞ്ഞ കമ്പനി ഫണ്ടിങ് ചെയ്യുന്നു. അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റായി. അതിനുശേഷം നമ്മുടെ നായികയാണെങ്കിൽ അന്ന് ഈ പരീക്ഷണങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി അവളുടെ ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടി ദൂരേക്ക് പറഞ്ഞയച്ച നായകനില്ലേ അവന് മെസ്സേജ് അയക്കുവാണ്. ഇനി എനിക്ക് നിന്നെ കാണണം, നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറഞ്ഞിട്ട്. എന്നാൽ അവനിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നായിക ഒരുപാട് സങ്കടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുന്ന അതേ സമയം തന്നെ അന്ന് ആ ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയ ഓംകാറിന്റെ അമ്മേനെ നായിക പോയി കാണുവാണ്. എന്നിട്ട് അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾക്കെല്ലാം നായിക മാപ്പ് ചോദിക്കുന്നു. ശരിക്കും അത് നായികന്റെ തെറ്റല്ലായിരുന്നു. എന്നാലും നായിക ഇങ്ങനെ മാപ്പ് ചോദിക്കുമ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് മകനെ പറ്റി നായികനോട് പറയുവാണ്. അതിൽ ഓംകാറിന്റെ ഒരു ഫോട്ടോ കൂടി കാട്ടിക്കൊടുക്കുന്ന സമയത്ത് ആ ഫോട്ടോ കണ്ട് നായിക ആകെ ഞെട്ടുന്നു. അതേ ഓഷോ എന്ന് പറയുന്ന നമ്മുടെ നായകനായിരുന്നു അത്. അവൻ ആ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടി ഓംകാർ എന്ന് പറയുന്ന അവന്റെ പേര് മാറ്റി ഓഷോ എന്നാക്കിയതായിരുന്നു. ജോലി കിട്ടി ദൂരേക്ക് പോയ നമ്മുടെ നായകൻ ഒരു സമയത്ത് നായകനെ കാണാൻ തോന്നുന്നു. അങ്ങനെ അവൻ ബൈക്ക് എടുത്ത് തിരിച്ചു വരുന്ന സമയം അവനൊരു അപകടം പറ്റുവാണ്. ആ അപകടം പറ്റിയതിനെ തുടർന്ന് അവന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും അവൻ മരിക്കുന്നു. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. ആ മരുന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ നായിക ഓംകാറിന്റെ മുഖം ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നായകനെ അന്ന് അവൾക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും നായിക ഒരുപാട് സങ്കടപ്പെട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. അതിനുശേഷം നായിക മറ്റൊരു കാര്യം കൂടി അറിയുവാണ്. സംഭവം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നായിക കൂടെ നിർത്തി ഒരുപാട് കെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവ് എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാൾ നായികയായിട്ട് ഒരുപാട് അടുക്കുവാണ്. അവന്റെ പെരുമാറ്റങ്ങളിലൊക്കെ ഓഷോന്റെ ഒരു സാമീപ്യം അവൾക്ക് ഫീൽ ചെയ്യുന്നു. അതെന്താണെന്നല്ലേ, അന്ന് ആ ഫയർ ആക്സിഡന്റ് നടന്നപ്പോൾ ആദ്യം മരിക്കുന്നത് നായികന്റെ കൊളീഗായ ദേവായിരുന്നു. O2 കുത്തിവെച്ച് ജീവൻ തിരിച്ചെത്തിയ ഓംകാർ ആണെങ്കിൽ, അതായത് ഓഷോ ആണെങ്കിൽ വീണ്ടും ആ ഫയർ ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ആ ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്ന അവന്റെ ആത്മാവ് അതിനു മുമ്പേ മരിച്ച ദേവിന്റെ ബോഡിയിലേക്ക് കയറുവാണ്. അപ്പൊ ശരിക്കും നോക്കുവാണെങ്കിൽ ഇപ്പൊ ദേവിന്റെ രൂപത്തില് നായികനോടൊപ്പം ഉള്ളത് അവളെ ഒരുപാട് പ്രണയിച്ച ഓഷോ തന്നെയാണ്. അതുകൊണ്ടാണ് അവനിപ്പം നായികയായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ കൂട്ടുകാരെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.